ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ആത്മസഹോദരങ്ങളെ, ഏവർക്കും ഗുരുദേവ നാമത്തിൽ എൻ്റെ വിനീത നമസ്കാരം. തീർത്ഥാടന പാഥേയം ഭാഗം 14. തീർത്ഥാടനത്തിൻ്റെ മൗനമന്ദഹാസം. അരുമയായ അറിവിൻ്റെ പൊരുൾ തേടുന്ന അതിവിശുദ്ധമായ തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം. ആത്മീയത അനുഭവപരമായ ഒരു സത്യമാണെന്ന് സ്വജീവിതത്തിലൂടെ പ്രകാശമാനമാക്കിയ ഒരു ഋഷീശ്വരന്റെ നേർമൊഴികളാണ് ഈ തീർത്ഥാടനത്തിന്റെ ജീവബിന്ദു. അകവും പുറവും തിങ്ങി വിളങ്ങുന്ന ആത്മചൈതന്യത്തിന്റെ പുറപ്പാടുകളിലാണ് അതിൻ്റെ സാക്ഷാത്കാരം. അതിനായിട്ടാണ് ഗുരുദേവൻ തീർത്ഥാടകർക്ക് പഞ്ചശുദ്ധി കനിഞ്ഞരുളിയത്. ഋഷിത്വത്തിന്റെ സഹജമായ ഹൃദയലാവണ്യം ഗുരുദേവന്റെ വ്യക്തിസത്തയിൽ നിറഞ്ഞിരുന്നതിനാലാണ് അങ്ങനെ ഒരു ശുദ്ധിപഞ്ചകം ശിവഗിരി തീർത്ഥാടകരുടെ മാർഗരേഖയായത്. നിത്യജീവിതത്തിൽ ശുദ്ധിയുടെ പവിത്രത നെടുനാളായി അനുഭവിച്ചിട്ടുള്ള തൃപ്പാദങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെയൊരു തീർത്ഥാടന ശുദ്ധിക്രമം അവതരിപ്പിക്കുവാൻ കഴിയുക? തളരാത്ത മനസ്സും തകരാത്ത പ്രതീക്ഷയുമാണ് ശിവഗിരിയിലേക്ക് നടന്നെടുക്കുന്ന തീർത്ഥാടക മനസ്സുകളെ അസ്തമയ ഭാവമില്ലാത്ത ഗുരു ഒരുക്കിയ നന്മകളുടെ മഹാപ്രകാശ ധോരണിയിലേക്ക് നയിക്കുന്നത്. യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പിലേക്കാണ് തെളിമനസ്സാർന്ന ഗുരുദേവൻ തീർത്ഥാടകരെ സവിനയം ആനയിക്കുന്നത്. ശുഭപ്രതീക്ഷയുടെ 1000 നക്ഷത്രങ്ങളാണ് ജനുവരിയുടെ ആകാശത്തിൽ. കേരളവും ഭാരതവും മാത്രമല്ല, ഈ ലോകമാകമാനം എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന നവീനമായ ഒരു ചിന്താധാരയാണ് ഗുരുദേവൻ പുലർത്തിയിരുന്നത്. ഗുരുദേവന്റെ ഈ ദൃശ്യമായ ദർശന മഹിമകളെ മുൻവിധി കൂടാതെ ധ്യാനിക്കുന്ന അപൂർവ നിമിഷങ്ങളിലാണ് നമ്മൾ നമ്മുടെ പിടിവാശികളിൽ നിന്നും സ്വാർത്ഥതകളിൽ നിന്നും കുതറിമാറുന്നത്. മതവൈരത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും പോർവിളികൾ മുഴങ്ങുന്ന കാലത്തിലൂടെയാണ് നാം പ്രശാന്തമായ ഗുരുവചനങ്ങളുമായി തീർത്ഥാടകരാവുന്നത്. സ്വാർത്ഥത തമസൊരുക്കുന്ന മനസ്സുകളിലേക്ക് ഒരിക്കലും ഗുരുസങ്കല്പമായ തീർത്ഥവാഹിനി ഒഴുകി എത്തുകയില്ല. ഇവിടെയാണ് മനസ്സിൻ്റെ തപസ്. അതിനായി കാലമൊരുക്കുന്ന വർണ്ണകുടീരമാണ് പുണ്യദായകമായ പഞ്ചശുദ്ധി. സദാസമയവും സുതാര്യമായ മനക്കണ്ണുകളാൽ സ്വചേതനാചേതനങ്ങളെ അരുമയോടെ തഴുകിയകന്ന നാരായണ തപോധനന് തൻ്റെ അന്തരംഗത്തിൻ്റെ തീർത്ഥഘട്ടത്തിൽ ഉറവയാകുന്ന സത്ചിന്തകളുടെ അപാരമായ ശക്തിപ്രഭാവം എന്നേ ഹൃദിസ്ഥമായിരുന്നു. അത്തരത്തിലുള്ള വിശുദ്ധാവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടകർക്കായി വഴിവിളക്ക് കാട്ടിയത്. ജീവിതത്തിന്റെ ഇരുൾ നിറഞ്ഞ കാരാഗൃഹങ്ങളെ കാട്ടിത്തരുമ്പോൾ തന്നെ അവയെ മറികടക്കുവാനുള്ള വിലമതിയാത വിളക്കിനെ കുറിച്ചുകൂടി ഗുരു നമ്മെ കൂടെ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. താൻ അറിഞ്ഞനുഭവിച്ച സത്യസുഗന്ധം മറ്റുള്ളവർക്ക് കൂടി അനുഭവവേദ്യമാകണമെന്ന നിലയ്ക്കാത്ത പ്രാർത്ഥന ഗുരുദേവന്റെ തീർത്ഥാടന ചിന്തകളിൽ കാണാം. എല്ലാം അപരനു വേണ്ടി എന്നതിനാലാണല്ലോ ഗുരുമൊഴികളുടെ പൊന്നഴക്. അതെ, ആത്മസൗന്ദര്യത്തിന്റെ ശ്രീലകത്തേക്കാണ് തീർത്ഥാടകരെ കുളിർമയുള്ള ഡിസംബറിന്റെ അന്ത്യപാദങ്ങൾ മാടി വിളിക്കുന്നത്. പക്ഷേ ഈ ശ്രീകോവിലിന്റെ അകക്കാഴ്ചകളിലേക്ക് പൊടുന്നനെ കടന്നു ചെല്ലുവാൻ കഴിയില്ല. അതിന് തീർത്ഥാടകൻ വളരെ ക്ലേശങ്ങൾ സഹിക്കേണ്ടതുണ്ട്. തീർത്ഥാടകന്റെ നോട്ടങ്ങൾ പലപ്പോഴും തൻ്റെ തന്നെ നേട്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിൽ നിന്നുള്ള വിടുതലിലൂടെ മാത്രമേ ഗുരു ഒഴുക്കിയ പരമപവിത്രമായ തീർത്ഥവാഹിനിയുടെ തീരം പോകുവാനാകൂ. ദാ നോക്കൂ, നമുക്ക് മുൻപിൽ ഗുരുദേവന്റെ അപദാന സമർത്ഥമായ ജീവിത വീഥികൾ. ആ വീഥികൾക്കിരുവശവും ചാമരം വീശി നിൽക്കുന്നതാവട്ടെ ഗുരു സന്ദേശങ്ങളുടെ സുഗന്ധവാഹികളായ മന്ദാരങ്ങൾ, നാരായണ സങ്കീർത്തനങ്ങൾ നിറഞ്ഞ പുലരികൾ, സന്ധ്യകൾ. പറഞ്ഞറിയിക്കാനാവാത്ത സുഖാനുഭവം തീർത്ഥാടകനെ പൊതിയുന്നു. ഉള്ളകം നിറയെ ഗുരുവചനങ്ങൾ മാത്രം. അഴിയാക്കുരുക്കുകൾ അഴിയുന്നു. ഇവിടെ മനസ്സ് കീർത്തനമാകുന്നു. ഒട്ടും ഒച്ചവയ്ക്കാത്ത ഈ മനസ്സാണ് തീർത്ഥാടകന്റെ വഴികാട്ടി. ഈ മനസ്സ് മൗനത്തിന്റെ ഭാഷയിൽ ചുറ്റുവട്ടത്തുള്ള പ്രകൃതി സൗഹൃദങ്ങളുമായി സല്ലപിക്കുമ്പോൾ അകളങ്കമായ ആനന്ദത്തിന്റെ മഹാപ്രകാശം തീർത്ഥാടകനിൽ അമൃതാനുഭവമാകും.
ആത്മീയ വളർച്ചയ്ക്കുതകുന്ന നേരിന്റെ വഴികൾ പ്രകൃതി തന്നെ പ്രകാശമാനമാക്കുന്നുണ്ട്. പ്രപഞ്ച ദൃശ്യങ്ങൾ മെല്ലെ മെല്ലെയാണ് മിഴി തുറക്കുന്നത്. ദാ ഒരു പൂവ് വിരിയുന്നു. പക്ഷേ നമ്മുടെ ഇമയനക്കങ്ങൾക്കിടയിൽ അത് വിടർന്നു കഴിഞ്ഞു. അങ്ങ് മുകളിൽ നിന്നും ആരും കാണാതെ ഒരു ഹിമകണം മാത്രമറിഞ്ഞു ആ വിടരൽ. ഇത് ഒരു തീർത്ഥാനുഭവമാണ്. നിമിഷങ്ങൾ ഒരുക്കുന്ന വിസ്മയവേളകൾ. ഇവിടെ തീർത്ഥാടകൻ നാമമന്ത്രങ്ങൾ മറക്കുന്നു. മന്ത്രസന്നിഭമായ മറ്റെന്തോ ഒന്ന് നമ്മെ നവീകരിക്കുന്നു. ക്ഷമാശാലിയാണ് പ്രകൃതി. ഏതിനും ഒരടുക്കുണ്ട്. ബഹളമയമല്ല അതിൻ്റെ അന്തരംഗം. ശാന്തമാണത്. ഈ ശാന്തിയെ ഹൃദയം കൊണ്ട് കണ്ടെടുക്കുകയാണ് തീർത്ഥയാത്രകളിൽ കരണീയമായത്. ശിവഗിരി തീർത്ഥാടന വേളകളിൽ അക്ഷരാത്മികയായ ശ്രീ ശാരദയെ വന്ദിച്ച് ശിവഗിരിയുടെ ഹൃദയഭാഗങ്ങളിലൂടെ വിശുദ്ധ ചിത്തരായി മഹാസമാധി മന്ദിരത്തിൽ നമസ്കരിച്ചു ഇങ്ങ് താഴെ സമ്മേളന പന്തലിൽ എത്തുന്ന തീർത്ഥാടകനിൽ നിറദീപമാകുന്നതും ഈ ക്ഷമ തന്നെയാണ്. എങ്കിൽ മാത്രമേ പ്രസംഗപീഠത്തിൽ നിന്നുയരുന്ന സത്ചിന്തകളെ ഉൾക്കൊള്ളാനാവൂ. ഗുരുദേവൻ തന്നെ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ, ഓരോ വിഷയത്തിലും വൈദഗ്ധ്യമുള്ളവരെ ക്ഷണിച്ചു വരുത്തി പ്രസംഗം പറയിക്കണം. ജനങ്ങൾ അച്ചടക്കത്തോടെ ശ്രദ്ധിച്ചു കേൾക്കണം. മറ്റൊരു സന്ദർഭത്തിൽ സഹോദരൻ അയ്യപ്പനുമായുള്ള സംഭാഷണത്തിൽ ഗുരുമൊഴി ഇങ്ങനെയായിരുന്നു: ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം. ശിവഗിരി തീർത്ഥാടകരിലും ഫലശ്രുതിയായി വന്നു നിറയേണ്ടത് ക്ഷമ തന്നെയാണ്. നമ്മളെല്ലാവരും തന്നെ പലപ്പോഴും അക്ഷമരും അസംതൃപ്തരുമാവാറുണ്ട്. ഇത് സംഘർഷത്തിന്റെ പാത തുറക്കുന്നു. നമ്മുടെ ദിവസങ്ങൾ തന്നെ ഇന്ന് ഫാസ്റ്റ് എന്ന ആംഗലേയ അക്ഷരികളിൽ കക്ഷി ചേർന്നതുപോലുണ്ട്. ഇപ്പോൾ ഗ്രാമങ്ങളിൽ വരെ ഫാസ്റ്റ് ഫുഡ് കടന്നു വന്നിരിക്കുന്നു. വേഗത വേണ്ട എന്നല്ല, മനസ്സിനെ മലിനമാക്കുന്ന വേഗത നല്ലതല്ല. ഇന്ന് ബിരുദങ്ങൾ വരെ ഫാസ്റ്റായി നേടാമെന്നായിട്ടുണ്ട്. പാഠങ്ങൾ പഠിക്കാതെ ഇവിടെ നിറം മങ്ങി മായുന്നത് തീർത്ഥ സദൃശമായ ജീവിത മൂല്യങ്ങളാണ്. നല്ല സ്വാദുള്ള മാമ്പഴം വേണമെങ്കിൽ വിളഭാഗ്യമുള്ള മാവ് പൂക്കണം. പിന്നെ മാമ്പൂ കണ്ണിമാങ്ങകളാവണം, മൂത്ത് പഴുക്കണം. അത് വളരെ മൃദുവായിട്ടാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഫാസ്റ്റായി പഴുപ്പിക്കണമെങ്കിൽ പുകയിടണം. പക്ഷേ താനെ പഴുക്കുന്നതിൻ്റെ നിറരുചി തല്ലിപ്പഴുപ്പിക്കുന്നതിനുണ്ടാവില്ല. ഗുരുദേവ വിരചിതമായ എല്ലാ വരികളിലും നിറഞ്ഞു നിൽക്കുന്നത് ഹൃദയബുദ്ധികൾക്കും അപ്പുറത്തു നിന്നുള്ള ആർഷമായ മൗന മന്ദഹാസങ്ങളാണ്. അതിൻ്റെ ചേരുവകളാകട്ടെ ക്ഷമ, സ്നേഹം, കാരുണ്യം, വിനയം, വിവേകം, വിശ്വാസം തുടങ്ങിയ ഉന്നത മൂല്യങ്ങളും. ഈ മൂല്യബോധം ശിവഗിരി തീർത്ഥാടകനിൽ അഭയമാകുമ്പോൾ ഗുരുവിൽ തീർത്ഥ അനുഭവമായി നിറഞ്ഞ ഈ മനോഹര വരികൾ ഉള്ളകം താനെ ഉരുവിടും. അതുമിതുമല്ല സതപ്തമല്ലകം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതിഥി പ്രതിപത്തിയറ്റു സത്വവും ഇതി മൃദുവായി അമർന്നിടേണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബാക്കി ഭാഗം അടുത്ത ദിവസം നമുക്ക് അറിയാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.